ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എൽ വേൾഡ്. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഈവനിങ് വ്ളോഗിൽ ചെറിയൊരു കുക്കിങ്ങും പിന്നെ ഞങ്ങൾ ഇവിടുത്തെ കലാപരിപാടികളും എൻ്റെ ലക്കിൻ്റെ കലാപരിപാടികളും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ചെറിയൊരു ഈവനിങ് വ്ളോഗ്. അപ്പോൾ അത് തേങ്ങ ചിരകിക്കൊണ്ടിരിക്കുന്ന സൗണ്ടാട്ടോ കേൾക്കുന്നത്. എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്നൊക്കെ വഴിയെ കാണാം. കാരണം ആദ്യം പേര് പറഞ്ഞിട്ട് അങ്ങനെ ആയിട്ടില്ലെങ്കിലോ, അതുകൊണ്ട് തന്നെ എന്താ ഉണ്ടാക്കുന്നതെന്നുള്ളത് ഇപ്പൊ പറയുന്നില്ല, ലാസ്റ്റ് കാണാം. റെസിപ്പി ഒന്നും ഇടുന്നില്ല, റെസിപ്പീസ് അങ്ങനെ ഇടാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ എൻ്റെ ആദ്യത്തെ ട്രൈ ആണ്. അപ്പൊ അത് വിജയിച്ചാൽ വേണമെങ്കിൽ പിന്നെ ഉണ്ടാക്കുമ്പോൾ റെസിപ്പി ഇടാം. അപ്പോൾ അത് കാണാം. അപ്പോൾ അമ്മ രണ്ടാളെയും കൊണ്ട് പുറത്തേക്കൊക്കെ പോയിട്ടുണ്ട്. കാരണം വൈകുന്നേരം കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ രണ്ടാളും ഇവിടെ ഉണ്ടേ നടക്കൂല. ലൂക്ക ഇവിടെ ഉണ്ടെങ്കിൽ ലൂക്കയ്ക്ക് ഫസ്റ്റ് എല്ലാം ചെയ്യേണ്ടി വരും. ഞങ്ങൾ എന്താണോ ഉണ്ടാക്കാൻ പോകുന്നത് അത് ഓൻ ഉണ്ടാക്കേണ്ടി വരും. പിന്നെ ലക്കിയാണെങ്കിൽ എന്നെ കണ്ട അപ്പം ഞാൻ എടുക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ രണ്ടാളെയും കൊണ്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കഴിക്കാനുള്ളതും ആക്കണം, ഓർക്ക് രണ്ടാക്കുള്ള അങ്കരിയും വെക്കണം. അമൃതം പൊടി കൊണ്ട് കുറുക്കുണ്ടാക്കണം. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വന്ന കേട്ടോ. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. എല്ലാ സാധനവും ഞങ്ങളിങ്ങനെ മുകളിൽ കയറ്റി വെക്കണം. കാരണം താഴെ വെച്ചാൽ ഇവന്മാർ രണ്ടാളും കൂടെ അത് നാശമാക്കി എടുക്കും. എപ്പോഴും കറി വെക്കാൻ ഉള്ളി എടുക്കുകയാണെന്ന് പറഞ്ഞ് ലൂക്കയ്ക്ക് ഉള്ളിയും പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ എടുത്ത് പരത്തുന്ന പണിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കണ്ടുപിടിച്ച ഐഡിയ അങ്ങനെ ഇതിൻ്റെ മുകളിലൊക്കെ കയറ്റി വെക്കാന്ന്. ഇവിടുന്ന് ആകുമ്പോൾ എത്തൂലല്ലോ. ഇവിടുന്ന് എടുക്കണമെങ്കിൽ കുറച്ചുകൂടെ കഴിയണം. അപ്പോഴത്തേക്ക് പിന്നെ രണ്ടെണ്ണം കൊടുത്താലും പറഞ്ഞാൽ കേട്ടിരിക്കുമല്ലോ. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ തൽക്കാലം ഇവിടേക്ക് മാറ്റിയിട്ടുണ്ട് ഞങ്ങളുടെ സാധന സാമഗ്രികളൊക്കെ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഒക്കെ എടുത്തിട്ടുണ്ട്. ചെക്കനെല്ലാം കൂടെ വാരി എറിഞ്ഞാളും. വെളുത്തുള്ളിയൊക്കെ മുറ്റത്ത് കൊണ്ടുപോയി എറിയും, നെറ്റെല്ലൊക്കെ വാരി ഇട്ടാക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടേക്ക് മാറ്റിയത്. നമ്മൾ വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് ഇനി ബാക്കിയുള്ളതൊക്കെ ഫ്രിഡ്ജിലാണ്. ഫ്രിഡ്ജ് തുറക്കാൻ പറ്റില്ല. ഞങ്ങൾ ഫ്രിഡ്ജ് കണ്ടോ, വിശാലമായ ഫ്രിഡ്ജ്, ഫുൾ സ്ഥലവും കാലിയാണ്. ഇതിൽ പാകപ്പാടുള്ള കാര്യമായിട്ടുണ്ടെന്ന് അറിയുന്നത് മോരുണ്ട്, പിന്നെ കുറച്ച് ശർക്കരയുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് പച്ചമുളകാണ്. പച്ചമുളക് ഞങ്ങളിങ്ങനെ ഒരു ബോക്സിലാക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യാം. അപ്പോൾ ഈ പച്ചമുളകിന് നല്ല എരിവാണ്, അതുകൊണ്ട് ഒറ്റ ഒന്നേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരു മീഡിയം സൈസ് പച്ചമുളക് എടുത്തിട്ടുണ്ട്. വേറെ ഇതിൻ്റെ അകത്ത് ഇപ്പം ആവശ്യമുള്ളതൊന്നുമില്ല. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പെരുംജീരകം വേണം കേട്ടോ. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജ് അടയ്ക്കാം. അപ്പോൾ ഇതൊക്കെ ആയിട്ട് പോയിട്ട് വരാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ പരീക്ഷണം ഇവിടെ വിജയിച്ചിരിക്കുന്നു. നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല പുഴുക്ക് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചെറുപയറും കായും, പൂള ഇട്ടിട്ടില്ല. അപ്പോൾ അതെല്ലാം കൂടെ ഇരുന്നിട്ട് അത് കഴിഞ്ഞ് മുളകൊക്കെ മുറിച്ച് വറവും ഇട്ട് നമ്മുടെ പുഴുക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി മക്കൾക്ക് ഉള്ളത് ഉണ്ടാക്കാം. ഇതിവിടെ മൂടി വെക്കാം. അപ്പോൾ ഇനി ഇതും കൂടി ഒന്ന് കുറുകി കഴിഞ്ഞാൽ ഇന്നത്തെ ഞങ്ങളുടെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും ഗ്യാസിൽ പരിപാടിയൊന്നുമില്ല. ഞാൻ അത് കഴിഞ്ഞിട്ട് അടുപ്പൊക്കെ വൃത്തിയാക്കി പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്, അതും കൂടെ കഴുകി കഴിഞ്ഞാൽ പണിയൊക്കെ കഴിഞ്ഞു. ഇത് കാണുമ്പോൾ ശരിക്കും പാൽച്ചായ പോലെ ഉണ്ട്. ഇത് അമൃതം പൊടിയാണ്, അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന. അപ്പോൾ രണ്ടാൾക്കും കിട്ടുന്നുണ്ട്. രണ്ടാൾക്കും കൊടുക്കണം എന്നാണ്. നല്ല പോഷകാഹാരമാണെന്നാണ് പറയുന്നത്. പക്ഷെ കഴിക്കാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് ഇതിങ്ങനെ കുറച്ച് ലൂസ് പോലെ ആക്കിയിട്ട് കുപ്പിയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ പിന്നും കുറച്ചെങ്കിലും കുടിക്കും. അപ്പോൾ ഇതാക്കട്ടെ. അത് കഴിഞ്ഞ് പാത്രവും കൂടെ കഴുകിയിട്ട് ബാക്കി വിശേഷം കാണാം. അപ്പോൾ പിന്നെ ബാക്കി വീഡിയോസ് എടുക്കാൻ വിചാരിച്ചപ്പോൾ പുറത്തുനിന്നുള്ള വീഡിയോസ് എടുക്കാൻ ഇവന്മാർ സമ്മതിച്ചില്ല.
അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വിളക്കൊക്കെ കത്തിക്കാൻ വന്ന് അമ്മ വിളക്ക് കത്തിക്കുകയാണ്. അപ്പോൾ അവർ രണ്ടാളും പോയി അലമ്പാക്കും. അപ്പോൾ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ടാളേക്കും കൂടെ അകത്ത് കളിക്കാനാക്കിയതാണ്. അപ്പോൾ അതാ അമ്മ വിളക്ക് കത്തിക്കുന്നുണ്ട്, നാമം ചൊല്ലുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ലോക്കയും ലക്കിയും കൂടെ ഇവിടുന്ന് കളിക്കുകയാണ്. അത് കാണാം എന്താ കളിക്കുന്നതെന്നുള്ള ബാക്കി. അപ്പോൾ ഞങ്ങൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസൊക്കെ വീണ്ടും വരുന്നതാണ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബാക്കി എല്ലാ വീഡിയോസും കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ബായ്. കാല് തലയിലിടരുത്, കസേരമേലാക്കി കളിച്ചോ. എന്താണ് വാവൻ അങ്ങനെ ഇപ്പം ഈ കുളിപ്പിക്കണ്ടോ? അതെ, വെളിച്ചെണ്ണ തേച്ച് കുളിപ്പിച്ചാ? വെളിച്ചെണ്ണ തേച്ചതേനിപ്പോ. കുപ്പായൊന്നും ഊരണ്ട. അമ്മ കുളിപ്പിച്ചില്ലേ? അത് മതിയേ.